തീപ്പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കാവേരി ആകെ വിഷമത്തിലായിരിക്കും. വഴിയിലൂടെ നടക്കുമ്പോൾ അവൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ അരവിന്ദിന്റെ മുഖമാണ്. ആ മനുഷ്യൻ തന്റെ ചോരയും നീരയും ഒഴുക്കി ഉണ്ടാക്കിയ സമ്പാദ്യം അത് മുഴുവൻ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളുടെ നെഞ്ചിലൊരു കനലായി എരിയുന്നുണ്ടായിരുന്നു. ശിവരാമന്റെ വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ കാവേരിയുടെ ഉള്ളിൽ ഒരുപാടധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ എന്ത് സംഭവിച്ചതായിരിക്കും? അച്ഛൻ വാങ്ങിച്ച സ്ഥലത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയണം. അതിന് ശിവരാമേട്ടനെ തന്നെ കാണണം. മുറ്റത്ത് വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മറത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ശിവരാമന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരിയെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് അമ്പരപ്പും ഒപ്പ പരിഭ്രമവും മിന്നിമറിയുന്നത് കാവേരി ശ്രദ്ധിച്ചു. ആരാ, എന്താ വേണ്ടത്? അവർ ചോദിച്ചു. അവരുടെ സ്വരത്തിൽ ഒരു തരം ഒഴിഞ്ഞുമാറലുണ്ടായിരുന്നു. ചേച്ചി, ഞാൻ കാവേരിയാണ്, അരവിന്ദിന്റെ മകൾ. ശിവരാമേട്ടനില്ലേ ഇവിടെ? കാവേരി വളരെ പ്രതീക്ഷയോട് ചോദിച്ചു. ശിവരാമന്റെ ഭാര്യ മുഖം തിരിച്ചു. ശിവരാമേട്ടൻ ഇവിടെ ഇല്ല മോളെ, അങ്ങേരെ എങ്ങോട്ടേക്ക് പോയിരിക്കുവാണ്. എപ്പോഴാ വരെയെന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടാൽ സംസാരിക്കാനുണ്ട്. കാവേരി വിടാൻ ഭാവമില്ലായിരുന്നു. അതൊന്നും പറയാൻ പറ്റില്ല മോളെ, ചിലപ്പോൾ ഇന്ന് വന്നില്ല എന്നും വരും. എപ്പോഴാ വരണേന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇവിടെ എങ്ങനെ കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല. മോള് വീട്ടിലേക്ക് പോയിക്കോ, അവർ വളരെ ധൃതിയിൽ തന്നെ പറഞ്ഞു തീർത്തു. കാവേരിക്ക് ആ വാക്കുകളിൽ എന്തോ പന്തികേട് തോന്നിയിരുന്നു. അവരെന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു. അതെ ചേച്ചി, എൻ്റെ അച്ഛൻ ഇവിടെ ഒരു സ്ഥലം വാങ്ങിയിരുന്നല്ലോ, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ ഞാൻ. അച്ഛൻ്റെ കാര്യങ്ങൾ ശിവരാമേട്ടന് നന്നായിട്ട് അറിയാമല്ലോ. ഓ, അതിപ്പോൾ അങ്ങേരോട് ചോദിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ. അങ്ങേർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ? അവർ വീണ്ടും ഒഴിഞ്ഞു മാറി. കാവേരിക്ക് കാര്യം വ്യക്തമായി. താൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ശിവരാമൻ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആരോ അയാളെ വിളിച്ച് ചട്ടം കെട്ടിയിട്ടുണ്ട്. എന്നാ ഒന്നും പറയരുത്, വന്നാൽ ഒന്നും പറയരുത്, എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണമെന്നൊക്കെ കർശനമായി നിർദ്ദേശം കിട്ടിയതുപോലെയാണ് ആ ഒരു സ്ത്രീ തന്നോട് സംസാരിക്കുന്നത്. കൂടുതൽ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ശരി ചേച്ചി, ഞാൻ ഇറങ്ങുക. കാവേരി തിരിഞ്ഞു നടന്നു. ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവളൊന്ന് നെടുവീർപ്പിട്ടു. ഒന്നും വിട്ടു പറയാൻ അവർ തയ്യാറായിരുന്നില്ല. അച്ഛന്റെ വിയർപ്പിന്റെ വിലയായി ആ ഭൂമി. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചേ മതിയാവൂ. അവൾ തന്റെ ഫോൺ എടുത്ത് നിവിനെ വിളിച്ചു. ഫോൺ എടുത്ത് നിവിൻ ചോദിച്ചു, എന്തായി കാവേരി? അയാൾ എന്തെങ്കിലും പറഞ്ഞോ? കാവേരിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല നിവിൻ, ശിവരാമേട്ടൻ എവിടെയില്ലെന്നാ ഭാര്യ പറയുന്നത്. അവർക്കൊന്നും അറിയത്തില്ല പോലും. എന്നെ കണ്ടപ്പോൾ അവർ എന്തൊക്കെയോ വെപ്രാളത്തിലായിരുന്നു. ആരോ അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അച്ഛന്റെ സ്ഥലം ആരുടെ കയ്യിലേക്കാ പോയത് എന്ന് ഇനി എങ്ങനെ കണ്ടുപിടിക്കും? നിവിന്റെ ശബ്ദത്തിൽ ഒരു വലിയ ആശ്വാസമുണ്ടായിരുന്നു. കാവേരി, ഇതൊന്നും ഓർത്ത് നീ വെറുതെ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. അവർ നിന്നോട് അങ്ങനെ പലതും പറയും. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊന്ന് അന്വേഷണം നടത്തി നോക്കാം. ഏതായാലും ആ ശിവരാമേട്ടനെ ഞാൻ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. അയാൾക്കറിയാം എല്ലാ സത്യങ്ങളും. കാവേരി ധൈര്യമായി വീട്ടിലേക്ക് ചെല്ലി. ആരുടെ കയ്യിൽ നിന്ന് അച്ഛൻ ആ പ്രോപ്പർട്ടി വാങ്ങിയതെന്നും അതിപ്പോൾ ജയപാലിന്റെ കയ്യിൽ എങ്ങനെ എത്തിയതെന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ അധികം വൈകാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നിവിന്റെ വാക്കുകൾ കാവേരിക്ക് വലിയൊരു ധൈര്യമാണ് നൽകിയത്. അവൾ വീട്ടിലേക്ക് നടന്നു. പിന്നീട് നിവിന്റെ നീക്കങ്ങളായിരുന്നു. ശിവരാമൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നിവിൻ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ചു. അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തന്നെ നിവിൻ തീരുമാനിച്ചു. ഒരു ഒഴിഞ്ഞ പറമ്പിൽ വെച്ചാണ് നിവിൻ ശിവരാമനെ കാണുന്നത്. ആദ്യം അയാൾ ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. കാവേരിയോട് പറഞ്ഞ അതേ കള്ളങ്ങൾ തന്നെ അയാൾ നിവിനോടും ആവർത്തിച്ചു. എന്നാൽ നിവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ശിവരാമേട്ട, എന്നോട് കള്ളം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അരവിന്ദനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണത്. ആ പെൺകുട്ടികൾ അവിടെ കിടന്ന് കരയുവാണ്. ഇനിയെങ്കിലും സത്യം പറ. നിവിൻ കുറച്ചൊന്ന് കടുപ്പിച്ചു തന്നെ ചോദിച്ചു. ഒടുവിൽ വേറെ വഴിയില്ലാതെ ശിവരാമൻ സത്യം തുറന്നു പറഞ്ഞു. നിവിൻ, എന്നെ ഇതിലേക്ക് വലിച്ചെഴുക്കരുത്. ആ പ്രോപ്പർട്ടി അരവിന്ദൻ വാങ്ങിച്ചത് രഘുനാഥൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സാറിന്റെ പക്കൽ നിന്നാണ്. അയാൾക്ക് കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സാറിന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങിയിരിക്കുന്നത്. അത്രയും ഡീറ്റെയിൽസ് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. നിവിന് വേണ്ടതും അത് തന്നെയായിരുന്നു. രഘുനാഥൻ സാർ, കാര്യങ്ങളൊക്കെ വ്യക്തമായി വന്നിരിക്കുന്നു. നിവിൻ ഉടനെ തന്നെ കാവേരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാവേരി, സത്യം നമ്മൾ അറിഞ്ഞു. രഘുനാഥൻ സാർ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് അരവിന്ദൻ അങ്കിൾ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോയി അയാളെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. കാവേരി ഈ കാര്യങ്ങൾ മുഴുവൻ വീട്ടിലെത്തി ഗംഗയോട് പറഞ്ഞു. ഗംഗയുടെ മുഖത്ത് ഒരു തരം ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു. കാവേരി, നീ ഈ പറയുന്നതൊക്കെ ശരി തന്നെ. രഘുനാഥനോ മറ്റാരെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ജയപാലൻ ആ പ്രോപ്പർട്ടി വാങ്ങിയതെന്ന് വെച്ചോ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർട്ടി അയാൾ വാങ്ങിക്കഴിഞ്ഞില്ലേ? ആ കുറിഞ്ഞക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് മാത്രമായിരിക്കില്ല, വേറെയും കുറെ സ്ഥലങ്ങൾ കാണും. ഒരു പക്ഷേ ഈ പറയുന്ന ജയപാലൻ അങ്കിൾ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ആയിരിക്കും വാങ്ങിയിരിക്കുന്നത്. നമ്മൾ വെറുതെ പ്രശ്നമുണ്ടാക്കണോ? ഗംഗ പേടിയോട് ചോദിച്ചു. കാവേരിയുടെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. അല്ല ഗംഗേച്ചി, ഞാൻ പോയി നേരിട്ട് കണ്ടതാ. നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി വാങ്ങിച്ച ആ പ്രോപ്പർട്ടി തന്നെയാണത്. ജയപാലൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നിവിൻ എനിക്ക് ആ പ്രോപ്പർട്ടി കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാ കാവേരി?
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിയമപരമായി തന്നെ അയാളെ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞു. നമ്മൾ പെൺകുട്ടികളാ, വെറുതെ വലിയ ആൾക്കാരുമായിട്ട് ശത്രുത ഉണ്ടാക്കാനൊന്നും പോവണ്ട. ഗംഗ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ കാവേരിയുടെ മനസ്സ് ഉറച്ചതായിരുന്നു. ഇല്ല ഗംഗേച്ചി, ഞാൻ അങ്ങനെ വെറുതെ വിടാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എൻ്റെ അച്ഛൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഈ കാവേരി ജീവനോടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ ജയപാലൻ എന്നല്ല, അതിനേക്കാളും വലിയ ആള് വന്നാലും ഞാൻ വെറുതെ വിടില്ല. വേണ്ട കാവേരി, നമ്മളായിട്ടൊരു പ്രശ്നമുണ്ടാക്കണ്ട. എനിക്ക് എന്തൊക്കെയോ പേടി തോന്നുന്നു. ഗംഗയുടെ ശബ്ദമിടറി. ഗംഗേച്ചിക്ക് പേടിയുണ്ടോ? പക്ഷേ എനിക്ക് ജയപാലിനെയൊന്നും പേടിയില്ല. എൻ്റെ അച്ഛൻ്റെ വിയർപ്പാണത്. എവിടെ വേണമെങ്കിലും പോയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ ഞാൻ ഒരുക്കമാണ്, കാവേരി തീർത്തും പറഞ്ഞു. ആ വാക്കുകളിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറ്റൊരു വലിയ ബംഗ്ലാവിന്റെ പടിവാതിൽക്കൽ വിയർത്തു കുളിച്ചു നിൽക്കുമായിരുന്നു ശിവരാജൻ. അങ്ങോട്ടേക്ക് ഒരടിയെടുത്ത് വെക്കാൻ അവന് ഭയമായിരുന്നു. കുറച്ചു നേരങ്ങൾക്ക് മുൻപാണ് നരൻ അവിടെ നിന്ന് തല്ലിച്ചതച്ച് പുറത്താക്കിയത്. സ്വന്തം അച്ഛനെ പോലുള്ളവരെ കൊല്ലാൻ നോക്കിയതിന് ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ല എന്ന് പറഞ്ഞ് പടി ഇറക്കി വിട്ടതാണ്. എന്നിട്ടും ഇന്ന് അവൻ അങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. രഘുനാഥന്റെ വിളി വന്നിരിക്കുന്നു, അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിട്ട്. വിറക്കുന്ന കാലുകളോടെ ശിവരാജൻ ഉമ്മറത്തേക്ക് കയറി. അവിടെ ഗായത്രിയും അംബികാമയും നിൽക്കുന്നുണ്ടായിരുന്നു. ശിവരാജനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വെറുപ്പ് നേളിച്ചു. അച്ഛനെ കൊല്ലാൻ നോക്കിയവൻ വീണ്ടും വന്നിരിക്കുന്നു എന്ന ചിന്തയായിരുന്നു ഗായത്രിയുടെ മനസ്സിൽ. അവരുടെ രൂക്ഷമായ നോട്ടം കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ തന്നെ ശിവരാജൻ തല താഴ്ത്തി അകത്തേക്ക് നടന്നു. ഹാളിൽ രഘുനാഥൻ ഗൗരവത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടെ അയാളുടെ വിശ്വസ്തനായ ഒരാളും. ശിവരാജൻ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. വല്ലാത്തൊരു നിശബ്ദത അവിടെ തളം കെട്ടി. രഘുനാഥൻ മുഖമുയർത്തി നോക്കി. ആ നോട്ടത്തിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു. നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അതുകൊണ്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. രഘുനാഥന്റെ ശബ്ദം ഗാംഭീര്യം കൊണ്ട് നിറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവരാജന്റെ ഉള്ളിലെ ഭയം പുറത്തു ചാടി. അവൻ പെട്ടെന്ന് രഘുനാഥന്റെ കാലിലേക്ക് വീണു. അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അവൻ കരയാൻ തുടങ്ങി. മിണ്ടരുത് നീയെ, രഘുനാഥൻ അലറി. നിന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആ അരവിന്ദൻ? അയാൾ നമ്മുടെ സ്ഥലത്തിന് അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേശ്ശെ പൈസയായിട്ട് അവൻ തന്നു തീർത്തതൊക്കെ എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു. സത്യമാണോടാ അത്? ശിവരാജൻ വിയർത്തു തൊണ്ട വരണ്ടു. ആ പ്രോപ്പർട്ടി നീ ജയപാലിന് മറിച്ചു കൊടുത്തുവല്ലേ? രഘുനാഥന്റെ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ ശിവരാജന്റെ നെഞ്ചിലേക്ക് തറച്ചു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്. അരവിന്ദിന്റെ മക്കൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി. അവരെങ്ങാനും ഒരു പ്രശ്നമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ശിവരാജ നിനക്ക് പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. അച്ഛാ, അത് ശിവരാജൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. നീ ആ ജയപാലന് വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി മറിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ നീ ലക്ഷങ്ങളുണ്ടാക്കി. പാവം ആ അരവിന്ദനെ വഞ്ചിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടികൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ? ശിവരാജൻ വീണ്ടും രഘുനാഥനെ ആ ഒരു കാലിലേക്ക് വീണ് കെഞ്ചി. വേണ്ടാച്ചാ, ഇനി ഒരു തവണത്തെങ്കിലും എനിക്ക് മാപ്പ് തരണം. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ശിവരാജൻ കാലിൽ കിടന്ന് കരയുമ്പോഴാണ് കോണിപ്പടിയിൽ ഇറങ്ങിയിട്ട് നരൻ അങ്ങോട്ടേക്ക് വരുന്നത്. നരന്റെ കണ്ണുകളിൽ തീ പാറി. ശിവരാജന്റെ ഈ ഒരു കരച്ചിലൊക്കെ വെറും നാടകമാണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. നരനെ കണ്ടപ്പോൾ ശിവരാജന്റെ ശ്വാസമങ്ങ് നിലച്ചുപോയി. രഘുനാഥൻ നരനെ നോക്കിയിട്ട് ശിവരാജനോടായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രോപ്പർട്ടി അത് അരവിന്ദിന്റെ മക്കൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിക്കാം. അല്ലെങ്കിലോ ഈ രഘുനാഥൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല. നീ അതിനെ അനുഭവിക്കും. ഇത് കേട്ടപ്പോൾ ശിവരാജന് എന്ത് ചെയ്യണമെന്നറിയാതെയായി. സങ്കടവും പേടിയും അഭിനയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അച്ഛാ, അത് പിന്നെ അയാൾക്ക് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ആ പ്രോപ്പർട്ടിയല്ലേ അത്? ഇനിയിപ്പോൾ അതെങ്ങനെയാ തിരിച്ചു വാങ്ങിക്കുന്നത്? ജയപാലൻ അത് തിരികെ തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയണ്ട, രഘുനാഥൻ തീർത്തും പറഞ്ഞു. അറിയാലോ നിനക്ക്, എങ്ങാനും നരൻ ഈ സത്യം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ അവൻ വെറുതെ വെച്ചേക്കില്ല. ഇങ്ങനെ ചതികളൊക്കെ അവൻ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവൻ ഇതൊക്കെ പൂർണ്ണമായി അറിയുന്നതിനു മുൻപ് തന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ശിവരാജന് കാര്യം മനസ്സിലായി. പണി പാളും. നല്ല ഒന്നാം തരം പണി തനിക്ക് കിട്ടിയെന്ന്. അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ പതുക്കെ പുറത്തേക്ക് നടന്നു. പുറത്തിറങ്ങിയ പാടെ തന്നെ ശിവരാജൻ ഫോണെടുത്ത് ജയപാലനെ വിളിച്ചു. അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഹലോ ജയപാല, കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമാണ്. ശിവരാജൻ വെപ്രാളത്തോടെ പറഞ്ഞു. എന്ത് പ്രശ്നം? താൻ എന്താ ഈ പറയുന്നത്? മറുതലക്കിൽ നിന്നും ജയപാലൻ വളരെ കൂളായി ചോദിച്ചു. ആ അരവിന്ദൻ വാങ്ങിക്കാനുള്ള പ്രോപ്പർട്ടി ആയിരുന്നല്ലോ ഞാൻ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തന്നത്. അതിപ്പോ തിരിച്ച് അരവിന്ദിന്റെ മക്കളുടെ പേരിലേക്ക് തന്നെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ ഇവിടെ ഭയങ്കര വാശി പിടിച്ച് നിൽക്കുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയാ. ജയപാലൻ ഉച്ചത്തിലങ്ങ് ചിരിച്ചു. എടോ, അതിന് അരവിന്ദൻ മരിച്ചു പോയില്ലേ? ഇനിയിപ്പോ അതിന് അവകാശം പറഞ്ഞുകൊണ്ട് ആര് വരാനാണ്? അല്ല ജയപാല, അരവിന്ദിന്റെ മക്കൾ അവരൊട്ടും അടങ്ങിയിരിക്കില്ല. അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്.
അവരെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ അത് വല്ലാത്ത പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ് ജയബാല, എങ്ങനെയെങ്കിലും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കണം. നമുക്കത് തിരിച്ചു കൊടുത്തേക്കാം. ഇത് കേട്ടപ്പോൾ ജയബാലനങ്ങ് ദേഷ്യം വന്നു. താൻ എന്തൊക്കെയാണോ ശിവരാജ ഇങ്ങനെയൊക്കെ താൻ എന്തിനാണോ ശിവരാജ ഇങ്ങനെ പേടിക്കുന്നത്? താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ പ്രോപ്പർട്ടി തിരികെ കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നമ്മളത് നിയമപരമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. തനിക്കത് വളരെ നിസ്സാരമായിട്ട് പറയാൻ ജയബാല, പക്ഷേ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇവിടുത്തെ അവസ്ഥ നിനക്കറിയില്ല. ശിവരാജൻ നിസ്സഹായനായി. അതേടോ, നിനക്കെന്താ ഇത്ര വലിയ പേടി? അമ്മായപ്പനെയാണോ തനിക്കിത്ര പേടി? ജയബാലൻ പരിഹസിച്ചു. അമ്മായപ്പനേക്കാൾ വലിയൊരുത്തൻ ഇവിടെയുണ്ട്. ആരാണെന്നറിയാമോ? ശിവരാജന്റെ ശബ്ദം താഴ്ന്നു. ആരാണെങ്കിലും നമുക്ക് ഒതുക്കാം. എന്നെക്കാളും വലിയൊരുത്തൻ അവിടെയുണ്ടോ? ജയബാലൻ അഹങ്കാരത്തോട് ചോദിച്ചു. ഉണ്ടെന്നോ? നരൻ, അവൻ ഇവിടെയുണ്ട്. ആ പേര് പറയുമ്പോൾ തന്നെ ശിവരാജന്റെ പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ടു. തിരിഞ്ഞു നോക്കി ശിവരാജനാകെ ഞെട്ടിത്തെറിച്ചു. ഫോൺ താഴെ വീഴാതെ അവൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു. നരൻ, അവൻ തൊട്ടു പിന്നിൽ തന്നെ ഇതെല്ലാം കേട്ട് നിൽക്കുന്നു. കണ്ണുകളിൽ പകയുടെ അഗ്നി പുകയുന്നുണ്ട്. ശിവരാജൻ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. ഇനിയിപ്പോ ഇവർ ഫോൺ സംഭാഷണം കേട്ട് കാണുമോ? ഇവനെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം ഇപ്പൊ തന്നെ ഒരു തീരുമാനമുണ്ടാവും. നരൻ ശിവരാജന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടം മതിയായിരുന്നു അവനെ അങ്ങ് ചുട്ടെരിക്കാൻ. എന്താടോ, തന്നോട് ഈ വീടിന്റെ പടി കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും നീ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നോ? നരന്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നെങ്കിലും അതിൽ വലിയൊരു അപകടം ഒളിഞ്ഞു നിന്നു. അത് പിന്നെ നരൻ, അച്ഛൻ എന്നെ വിളിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. ശിവരാജൻ വിക്കി പറയാണ്. അച്ഛൻ വിളിച്ചു പോലും. തനിക്ക് നാണമുണ്ടോടാ? ഇത്രയും വട്ടം തന്നോട് പറഞ്ഞിരിക്കുന്നു എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കൊല്ലാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവനല്ലേ താന്. എന്നിട്ട് ഈ സ്വത്തുക്കളൊക്കെ കൈയടക്കാനായിരിക്കും നിന്റെ പ്ലാന്. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം ഒരിക്കലും നിന്റെ സ്വപ്നം നടക്കില്ല. നരൻ അവന്റെ ഷർട്ടിന്റെ കോളറിനങ്ങ് കുത്തിനി പിടിച്ചു പറഞ്ഞു. ശിവരാജനാകെ വിറച്ചുപോയി. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നരൻ അവന്റെ മുഖത്തേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു. ഞാൻ ജീവന് തുല്യ സ്നേഹിച്ച പെണ്ണ് ചാന്ദിനി. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ നിനക്ക്. അവളെക്കുറിച്ച് ഇതുവരെയായിട്ടും ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. അവളെ ഈ തിരോധാനത്തിന് പിന്നിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ശിവരാജ, താൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. തന്നെ ഞാൻ ഈ കൈക്കൊണ്ട് തന്നെ അങ്ങ് കൊന്നു തീർത്തങ്ങ് കളയും. അത് കേട്ടപ്പോൾ ശിവരാജന് എന്ത് പറയണമെന്നറിയാതായി. അയ്യോ നരൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊരിക്കലും അതിനെ അറിയില്ല. ചാന്ദിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ വിവരവുമില്ല. താനിപ്പോൾ അറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവളെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? നരൻ അവനെ വിട്ടിട്ട് ദേഷ്യത്തിലങ്ങ് അവിടെ നിന്നു പോയി. ശിവരാജന് മുട്ടിടിക്കാൻ തുടങ്ങി. അവന് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്. ചാന്ദിനിയുടെ കാര്യത്തിൽ നരൻ അന്വേഷണം തുടങ്ങിയിരുന്നു. ഇനിയിപ്പോ അവൻ ആ ഒരു വഴിക്ക് പോകുമല്ലോ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ശിവരാജനാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇതേ സമയം കാവേരി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അച്ഛന്റെ പ്രോപ്പർട്ടി വിട്ടുകൊടുക്കില്ല. ആ സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയണമെങ്കിൽ തന്റെ ശരിക്കും യഥാർത്ഥ ഓണറോട് തന്നെ പോയി ചോദിക്കണം. രഘുനാഥൻ സർ, അയാളോട് നേരിട്ട് പോയി സംസാരിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരുള്ളൂ. കാവേരി വീണ്ടും നിവിനെ വിളിച്ചു. നിവിൻ, നമുക്ക് രഘുനാഥൻ സാറിന്റെ വീട്ടിലേക്കൊന്ന് പോയി കണ്ടാലോ? എനിക്ക് എല്ലാ സത്യങ്ങളും നേരിട്ടറിയണം. നിവിൻ പൂർണ്ണ പിന്തുണ നൽകി. തീർച്ചയായിട്ടും കാവേരി, നീ പേടിക്കണ്ട, ഞാനും നിന്റെ കൂടെ വരാം. ഇനിയിപ്പോ അങ്ങനെ അരവിന്ദൻ അങ്കിളുടെ പേരിലാണ് ആ പ്രോപ്പർട്ടി എഴുതിയതെങ്കിൽ അങ്ങനെ ജയപാലിന്റെ പേരിലേക്ക് വന്നതെന്ന് നമുക്കറിയണല്ലോ. അങ്ങനെ അങ്കിൾ അതിന്റെ പൈസ മുഴുവൻ കൊടുത്തതാണെന്നല്ലേ പറയുന്നത്? എന്നിട്ടും എന്തിനാ അവരിങ്ങനൊരു ചതി ചെയ്തത്? നീ വാ, നമുക്ക് പോവാം. അങ്ങനെ സത്യങ്ങൾ തേടി അച്ഛന്റെ സ്വപ്നങ്ങളുടെ അവകാശം ചോദിച്ചു വാങ്ങാൻ വേണ്ടി കാവേരിയും നിവിനും രഘുനാഥന്റെ വീട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാഴ്ചകളായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.